നമുക്കുള്ളിലൊരു കളി മൂഡ്, തമാശ മൂഡ്, ഒരു നല്ല മൂഡാണെങ്കിലും പിന്നെ എന്താ പറയുക, നമ്മൾക്ക് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പോണേ. നമ്മൾ ചെറിയ കുട്ടികളെ പോലെ അവർക്ക് തോന്നും ചെറിയ കുട്ടികളെ പോലെ പറയണത്, പക്ഷെ അങ്ങനെയല്ല. പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ മുതിരണുള്ളതിന് അതിനു വേണ്ടി മുതിരണുള്ള എന്നുവെച്ചാൽ മെറ്റീരിയലിസ്റ്റിക് കിങ് ആയിട്ടല്ല വരണത്. സ്പിരിച്വലായിട്ട് മെഷിയാനഞ്ഞ് വരുമ്പോൾ ആത്മാവിലാണ് ആരാധിക്കേണ്ടത്. റിപ്പീറ്റഡ് സാക്രിഫൈസും മാതൃകയായിട്ട് കാണിക്കുകയാണെങ്കിലും അത് റിപ്പീറ്റഡ് സാക്രിഫൈസും അതും എന്താ പറയുക, അതിനെ ഐഡൽ വർഷിപ്പ്, മൾട്ടിപ്പിൾ ഐഡൽ വർഷിപ്പ് വെടിഞ്ഞ് കളഞ്ഞ ആ സമയം പതുക്കെ പതുക്കെ പോവുള്ളൂ. എന്നാലും എല്ലാം പോയി കഴിഞ്ഞാൽ അതപ്പോൾ വിക്കിപീഡിയയിലൊന്നും ജോസ് ഗ്ലോറിയുടെ മോനായിട്ട് അങ്ങനെ വന്ന് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാങ്ഷനും ഡീറ്റെയിൽസും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലയാണ്. അത് നമ്മളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാശിന് വേണ്ടി വിക്കിപീഡിയയിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നോബൽ പീസ് പ്രൈസ് മേടിക്കാനോ അല്ല അതിന് വേണ്ടിയല്ല. ഡിപ്ലോമാറ്റിക് മെറ്റീരിയലിസ്റ്റിക് ഹാൻഡ് ഷേക്ക് എല്ലാവരുമായിട്ട് ഹാൻഡ് ഷേക്ക് ചെയ്യാൻ വേണ്ടിയല്ല കിങ് ആയിട്ട് വരുന്നത്. അത് പണ്ടത്തെ ജോലി സാക്രിഫൈസ് തീർന്നു. അപ്പോൾ ഓരോരോ സാക്രിഫൈസ് അത് മാതൃകയായിട്ട് കാണിക്കാമെന്ന് പറഞ്ഞാലും അത് റിപ്പീറ്റഡ് സാക്രിഫൈസ് തന്നെയാണ്. അത് നിൽക്കണം സെക്കൻഡ് കമ്മിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ. അതുപോലെ ഐഡൽ വർഷിപ്പ് തരണം. അപ്പോൾ നമുക്ക് എന്താണ്, മമ്മിക്ക് പണ്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ബാക്ക് പെയിൻ എടുത്തിരിക്കുമ്പോൾ നിൽക്കുമ്പോൾ ഫുള്ളായിട്ട് മുന്നിലേക്ക് വയറിങ്ങനെ പോകും. അപ്പോൾ നമുക്ക് പോകണ്ടെന്ന് തോന്നും പുറത്തേക്ക്. അപ്പോൾ നമ്മൾ ഒരുങ്ങി നിന്നാലും ഒരു ജീൻസും ഷർട്ട് ഇട്ടാണെങ്കിൽ പണ്ടത്തെ ഫുൾ ഡ്രസ്സ് ഇട്ടില്ലാത്ത പോലെയാണ്. അരമൈക്ക് ഭാഷയാണ്, ഇംഗ്ലീഷ് ഭാഷയല്ല. അങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാമൊക്കെ എഴുതിയാൽ പുറത്ത് വീട്ടിൽ ജോലി ചെയ്യാൻ പോയാനെ. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ജോലി ചെയ്യേണ്ട, പണ്ടത്തെ സാക്രിഫൈസാണ് ജോലി തീർന്നത്. ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഈശോയുടെ സെക്കൻഡ് കമ്മിങ് ജോലി ഡിസേൺ ആൻഡ് ഡിസ്റ്റിങ്ക്വിഷ് ഹ്യൂമൻ സ്പിരിറ്റ്സ് വെദർ ഫെയർ ഓർ ഫൂളിഷ്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് പണ്ട് ജൂവിഷ് ആൾക്കാർ ട്രേഡിങ്ങിന് ഇവിടെ വന്നിട്ട് യഹൂദിയർ കേരളത്തിൽ സ്പൈസസിനൊക്കെ ട്രേഡിങ് വന്നിട്ട് 1st സെഞ്ച്വറി, 2nd സെഞ്ച്വറി, 19th, 15th സെഞ്ച്വറി, 10th സെഞ്ച്വറിയിലൊക്കെ. പിന്നെ തോമസ് ഒന്നും ജൂവിഷ് മലയാളികളായിട്ട് കല്യാണിച്ച് മക്കളൊക്കെ ഉണ്ടാക്കിയിരിക്കുമ്പോൾ അവരുടെ മ്യൂസിക്കൊക്കെ ചേഞ്ച് ആവുക. അപ്പോൾ ജൂവിഷ് മലയാളി ആദ്യവസം വന്നിട്ട് നമ്പൂതിരി ക്രിസ്ത്യൻ ഡിസെൻഡൻ്റ് ആയിട്ട് ഇപ്പോൾ വന്നേക്കണം. വീട്ടും പേരും പോനിക്കാടൊക്കെ മാറിയിട്ട്. അപ്പം നമ്മളവിടെ ചെന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴും ഒരു ചെറുകോട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറയും, ഒരു അന്താളിച്ച കണ്ണായിരിക്കും, എന്നാലും കുഴപ്പമില്ല, അത് തോന്നില്ല, മെസ്സിയെല്ലാം തോന്നും. അപ്പോൾ ആൻറ്റി ക്രൈസ്റ്റാന്ന് തോന്നിയിട്ട് ചില ഫിയറായിട്ട് വരില്ല. അപ്പോൾ റിപ്പീറ്റഡ് സാക്രിഫൈസും അതൊക്കെ നിൽക്കണം എന്ന് പറയാം, ഐഡൽ വർഷിപ്പും. അപ്പോൾ നമുക്ക് ജീൻസും ഷർട്ടും എന്നൊക്കെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പറയണം. ഇങ്ങനെ പറഞ്ഞാൽ മതി, പറഞ്ഞു വരുമെന്ന് വിചാരിച്ച് തോന്നുമ്പോൾ എപ്പോഴെങ്കിലും ഇപ്പോൾ ഒക്ടോബർ, ഡിസംബർ ആയാലും റാഫേൽ വടക്കനച്ഛനടുത്തായാലും നെല്ലിക്കുന്നച്ഛൻ സെമിന്തര സ്കൂളിലടുത്ത്, അല്ലെങ്കിൽ തോമസ് ചക്കല മട്ടത്തച്ഛൻ, അല്ലെങ്കിൽ വടത്തച്ഛൻ ജസ്റ്റ് കാര്യം ഒരു 5-6 സെൻറ്റൻസ് പറഞ്ഞിട്ടോ പ്രാക്ടീസ് ചെയ്യണം, കുഴപ്പമില്ലല്ലോ. നമുക്കല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കി നമുക്ക് കാര്യം ആസ്വദിച്ച് ഇരിക്കാം. അതൊരു ഒക്ടോബർ 25 മമ്മിയുടെ ഡാഡിയുടെയും വെഡിങ് ആനിവേഴ്സറി, ഒക്ടോബർ 20 മമ്മിയുടെ ബർത്ത്ഡേ ഹോങ്കോങ്ങിൽ പോയിക്കാം. ഇപ്പോൾ ഇവിടെ ഫ്ലാറ്റാണ്, ദേശായി ഹോംസ്, കേക്ക് റോഡ്. അപ്പോൾ അത് പറഞ്ഞു വന്നാലും കുഴപ്പമില്ല. അവർ അതിൽ മുതിരുന്നില്ലെങ്കിലും മെറ്റീരിയലിസ്റ്റിക് നേച്ചറിൽ കിങ്ങാക്ക് മുതിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതല്ല. അപ്പോൾ മഴയുടെ ലാഞ്ചിന് വരും. പണ്ട് ചേതന മ്യൂസിയം കടയിൽ പോകുമ്പോഴും വല്ല പള്ളിക്കാരും മഴയുടെ ലാഞ്ചിന് വരും. അപ്പോൾ അറിയാൻ പോകേണ്ട സമയമില്ലാന്ന്, കാശെടുത്ത് വെച്ചാലും പോകാനായിട്ട് നമുക്കൊരു മനസ്സിലാവുന്നത് പോകേണ്ട സമയമില്ല. നമ്മളെന്തെങ്കിലും ഉണ്ടാക്കി ആസ്വദിച്ച് വീട്ടിൽ തന്നെ കഴിയുമ്പോൾ നമ്മൾ ചോദിക്കാം, എഗ് ബിരിയാണി കഴിക്കാൻ വീട്ടിലുണ്ട് ചോദിച്ചാൽ അവർ വരില്ല. അവർക്ക് അവരുടേതായ പണിയുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ പറയാം, മാറിയില്ലെങ്കിലും കൊള്ളാം, മാറിയിട്ടുണ്ടെങ്കിൽ കൊള്ളാം, നിത്യജീവൻ കരസ്ഥമാക്കാം, അല്ലെങ്കിൽ നിത്യജീവൻ വേറെ നോട്ടി വാങ്ങാം, അല്ലെങ്കിൽ അത് ജസ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ ആ രീതിയിൽ പറയാം. അനിയുടെ കല്യാണം കഴിഞ്ഞു അതല്ല, അല്ലെങ്കിൽ ഇറ്റേണൽ ഡെത്ത് നോട്ടി വാങ്ങാം, വീട്ടിൽ തന്നെ ചെയ്യണം അനുസരിച്ച്. തത്രപ്പെട്ട് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല, വ്യഗ്രത കൊണ്ട് മക്കളുണ്ടാക്കേണ്ട ആവശ്യമില്ല, വ്യഗ്രത കൊണ്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ജീവനോട് ദൈവത്തിൻ്റെ സമയത്ത് നടക്കും. അപ്പോൾ അത് സ്പീച്ച് പറയാനും മൈക്കിലൂടെ പറയാനും പണ്ട് സാക്രിഫൈസ് ചെയ്യണം മലമേൽ എക്കോ രീതിയിൽ പറയണ പോലെയല്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ ഒരു മൈക്കിലും സ്പീച്ചിൽ പറയണ പോലെയല്ല. ജസ്റ്റ് ഇപ്പോൾ 5 സെൻറ്റൻസാണ് അത് പറഞ്ഞ് മണി അല്ലെങ്കിൽ ഷാറുഖ് ഖാൻ്റെ പേര് ഫേക്ക് ബർത്ത്ഡേറ്റ് ജീവനില്ലാത്തതിനെ ആരാധിച്ച് പറയിപ്പിച്ച് പറയണ ആക്ടിങ്ങിന് ഫേക്ക് ബർത്ത്ഡേറ്റ് ഫേക്ക് പേര് മാറ്റിയിട്ട് ഷാറുഖ് ഖാൻ അങ്ങനെ പേര് മാറ്റിയിടണ പോലെയല്ല.
അപ്പോൾ ഇങ്ങനെ സ്പിരിച്വലായിട്ട് ആരാധിക്കണ രീതിയാണ് മെസ്സേജിനെ വന്നേക്കണം. അതുകൊണ്ടുണ്ടാവണം കൊറോണ വന്നത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് 30 വയസ്സ് ബാപ്റ്റിസ്റ്റ് ചെയ്യണ ഏപ്രിൽ 20 പോപ്പ് മരിച്ചത്, അല്ലെങ്കിൽ ആ സെയിം ഡേറ്റ് സുനാമിയൊക്കെ വന്നത് ആ ഇത് നടക്കുന്നത് യഹോവയുടെയും യേശുവയുടെ സമയത്ത് 888. ഞാൻ പറഞ്ഞ പോലെ 888 യേശുവയുടെ നമ്പറാണ്. 8 × 3 38 24 + 2 സെക്കൻഡ് കമ്മിങ് 26 യഹോവയുടെ സമയം എന്നുള്ള പോലെ മമ്മി പറയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, യഹോവയുടെ സമയമാണ്. അപ്പോൾ ഈ വർഷം 2025 എവിടെയാണെങ്കിലും പറഞ്ഞ് നേരിട്ട് പറയണതിനും കുഴപ്പമില്ല. ജസ്റ്റ് പറയാം യേശുയുടെ സെക്കൻഡ് കമ്മിങ് വന്നു, ഐഡൽ വർഷിപ്പും റിപ്പീറ്റഡ് സാക്രിഫൈസ് നിൽക്കേണ്ട സമയമായി. പിന്നെ പോപ്പിനൊക്കെ ട്വിറ്ററിൽ ജസ്റ്റ് മെസ്സേജ് ഹൈലൈറ്റ് ആയിട്ട് കിടക്കുമ്പോൾ അറിയാം, കാണാൻ പറ്റും ഏത് പോപ്പാണെങ്കിലും മുമ്പ് അയച്ചതും ട്വിറ്ററിൽ. പിന്നെ ഇപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ പിന്നെ അങ്ങനെ പോകാൻ തോന്നില്ല. അത് സമയം വരുമ്പോൾ വെറുതേക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ജസ്റ്റ് അവർ മെറ്റീരിയലിസ്റ്റിക് രീതിയിലേക്ക് ആക്കുന്ന മുതിരണില്ലെങ്കിലും ചെറിയ കുട്ടികളെ പോലെ സംസാരം പക്ഷേ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ വരുമെന്ന് പറയാം. പോയി വന്ന് ആ ലാഞ്ചന ക്ലൈമറ്റിലെ ലാഞ്ചനയിൽ പറഞ്ഞ് ജസ്റ്റ് പറഞ്ഞ് വെറുതേക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു 5-6 സെൻറ്റൻസ് ആണെങ്കിലും അർത്ഥമായിട്ടായിട്ട് പറഞ്ഞു വരാം. മെസ്സേജിനെ ആത്മാവിലാണ് സ്വീകരിക്കേണ്ടത്, അല്ലാണ്ട് മെറ്റീരിയലിസ്റ്റിക് ഡിപ്ലോമാറ്റിക് ഹാൻഡ് ഷേക്കിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ നോബൽ പ്രൈസ് വെറുതെ ഒരു വർഷത്തിന് മേടിക്കാനല്ല. ജീവനുള്ള ദൈവം 888 8 3 + 2 സെക്കൻഡ് കമ്മിങ് 26 വന്നതാണ് യഹോവയുടെ സമയത്ത്. അപ്പോൾ ജീവനുള്ള ദൈവത്തെ മാറിയില്ലെങ്കിൽ കൊള്ളാം. അപ്പോൾ എല്ലാം പീസ്ഫുള്ളായിട്ട് സമാധാനമായിട്ട് നടക്കുന്നു പറയും. ഇപ്പോൾ 6 മിനിറ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 6 മിനിറ്റിൻ്റെ കേൾക്കണമെങ്കിൽ എന്താ കുഴപ്പം? 7 മിനിറ്റിൻ്റെ ജീവനോട് കുറേ പറഞ്ഞ പോലെ തോന്നി, പക്ഷെ അങ്ങനെയല്ല. അത് ഉള്ളടക്കം കുറച്ചുകൂടി മെച്യൂറായി വരണതാണ്. കുട്ടികളെ പോലെ പറയണ പോലെ തോന്നും, അതല്ല. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് കിങ് ആക്കാൻ മുതിരില്ല. അപ്പോൾ ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് കിങ് ആവാനല്ല, ഒരു ആത്മാവിൽ ആരാധിക്കാൻ മെസ്സിയനെ ആ രീതിയിലാണ് വരണേ. എന്തായാലും സ്പിരിച്വലി എല്ലാവരും റോമൻ കാത്തലിക്സ് ആണെങ്കിലും പെന്തക്കോസ്തുകളായാലും ആരായാലും മനുഷ്യരായി മനസ്സിലാക്കിയിട്ടാണെങ്കിലും അത് മനസ്സിലാക്കി മാറുന്നതായിരിക്കും. അതിൽ സ്പിരിച്വലി സീക്രട്ട് റാപ്ചറായിട്ട് വരുന്നതും സൈലൻറ്റ് കമ്മിങ് വരണം ആ രീതി തന്നെയാണ്, ഒരു പീസ്ഫുള്ളായിട്ടും സ്ട്രോങ് ആയിട്ട്. അപ്പോൾ അതിൽ പറയണ ഇപ്പോൾ കോനിക്കാടൻ്റെ മോനാണ് പാർട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റിസ് തോമസ് അക്കലത്തച്ഛൻ്റെ ജൂലിയസ് അരക്കലച്ഛൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇഷ്ടമുണ്ടായില്ല, പിയാനോ പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ചന്ദ്രമാഷ്. അങ്ങനെയുണ്ട് ഇതൊക്കെ പിയാനോ മ്യൂസിക് ക്ലാസ്സൊക്കെ. ചന്ദ്രമാഷ് സംഗീതം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞ് വന്നാലും അവർക്ക് മനസ്സിലാവും കോനിക്കാടൻ ജോസിൻ്റെ മോനാന്ന്. അപ്പോൾ ഹാരിസ് പറഞ്ഞിരിക്കാൻ എൻ്റെ കാര്യം ചെയ്യും. വെച്ച് തത്രപ്പെട്ട് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല, തകൃത് കൊണ്ട് മക്കളുണ്ടാക്കേണ്ട ആവശ്യമില്ല, വ്യകൃത കൊണ്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ജീവനോട് ദീർഘ സമയത്ത് നടക്കുന്ന പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. അത് പറയേണ്ട നേരത്ത് പറയും. പ്രാക്ടീസ് ചെയ്ത് അപ്പം തന്നെ പോണ രീതി വരണല്ലേ. അത് പുറത്തേക്ക് പോകുമ്പോൾ അതൊക്കെ വരണ രീതി വരും, സ്ട്രോങ് ആയിട്ട് പീസ്ഫുള്ളായിട്ട്. ഇപ്പോൾ സൈലൻറ്റ് കമ്മിങ് ആണെങ്കിലും സീക്രട്ട് റാപ്ചർ ആണെങ്കിലും എവിടെ ഇരുന്ന് പറഞ്ഞാലും മനസ്സിലാവും. അതിന് കുഴപ്പമില്ല, അടുത്തുള്ളവർക്കായാലും ആർക്കായാലും മനസ്സിലാവും. പിന്നെ കള്ളനെ പോലെ വരാം, അൺഎക്സ്പെക്റ്റഡായിട്ട് വരാം. അറിഞ്ഞാലും അറിയാത്ത പോലെ ആണെങ്കിലും അറിഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കാണും. അതിന് മെറ്റീരിയലിസ്റ്റിക് പ്രൂഫിൻ്റെ ആവശ്യമില്ല, കണ്ടതൊരു കാണുന്നു. മെറ്റീരിയലിസ്റ്റിക് അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുക അങ്ങനെയൊന്നുമില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ ബർത്ത്ഡേ ഫേക്കായിട്ട് ആഘോഷിക്കുന്നുണ്ട്, അങ്ങനെയല്ല. അപ്പോൾ ഫുള്ള് ലൈഫ് ഹിസ്റ്ററി പറഞ്ഞ് അതൊക്കെ എല്ലാവർക്കും അറിയാം, പിന്നെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞത് തന്നെ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. പിന്നെ അങ്ങനെ